മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതിഭാഗത്തോട് ചോദ്യങ്ങൾ ഉയർത്തി കോടതി. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പുറത്തിറങ്ങാമായിരുന്നോ എന്ന് കോടതി. ഇവർക്ക് അങ്ങനെ ഡ്യൂട്ടി പ്രത്യേകം തിരിച്ചു നൽകിയിട്ടുണ്ടായിരുന്നോ എന്നും കോടതി. ബിനിൽ വിവരങ്ങളുമായി ചേരുന്നു. ബിനിൽ, എന്തൊക്കെയാണ് കോടതി ചോദിച്ച ചോദ്യങ്ങൾ? വിശദ വിവരങ്ങൾ എന്താണ്? മോത്തി, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമെതിരായ കേസിൽ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇപ്പോൾ ആലപ്പുഴ സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അന്നത്തെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്തിനു വേണ്ടി അവരുടെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി എന്നതാണ്. അതായത് ലോക്കൽ പോലീസ് അവരെ സ്ഥിതി ശാന്തമാക്കിയ ശേഷം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങി കരിങ്കൊടി കാണിച്ചവരെ മർദ്ദിച്ചുവെങ്കിൽ അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നതാണ് അവരുടെ ചോദ്യം. അത് കൃത്യമായും ഒരു നിയമലംഘനം ഉണ്ടായിട്ടില്ലേ എന്ന ചോദ്യം തന്നെയാണ് അവിടെ കോടതി ഉയർത്തിവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനെതിരായ വളരെ പ്രധാനപ്പെട്ട ചില വിമർശന സ്വഭാവത്തിലുള്ള ചോദ്യങ്ങളും കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റകൃത്യം എന്നത് IPC 308, അതായത് നരഹത്യാ ശ്രമമാണ്. അതാണ് ജാമ്യമില്ലാ കുറ്റമായി മാറുന്നത്. ആ കുറ്റം ചുമത്തിയതിനെയാണ് കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത്. അതായത് ഈ ആയുധങ്ങൾ പരിശോധിച്ച ശേഷം മെഡിക്കൽ ബോർഡ് ചേർന്ന് അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ കോടതിയിൽ 308 ചേർത്ത് റിപ്പോർട്ട് നൽകുന്നതിന്റെ അന്ന് വൈകിട്ട് 4 മണിക്കാണ്. പക്ഷേ കോടതിയിൽ ആ റിപ്പോർട്ട് നേരത്തെ തന്നെ നൽകി. അപ്പോൾ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് കിട്ടുന്നതിന് മുൻപ് തന്നെ IPC 308 ചേർത്തു എന്നതാണ് കോടതി ചോദിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടില്ലാതെ എങ്ങനെ ഇവിടെ നരഹത്യാശ്രമ കുറ്റം ചുമത്താൻ കഴിയും എന്ന ചോദ്യമാണ് ഇവിടെ കോടതി ഉയർത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അത് വിശദീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായി മാറുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ പ്രതിഭാഗം കോടതിയിൽ ഉയർത്തിയിരിക്കുന്ന, അതായത് ഈ വാദിഭാഗം കോടതിയിൽ ഉയർത്തിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത് ഇതിലെ ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നതാണ്. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കോടതിക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടും, പോലീസിന്റെ അതിക്രമം ബോധ്യപ്പെടും. അതുകൊണ്ട് ആ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ കോടതി തയ്യാറാകണമെന്ന വാദം കൂടി അവിടെ ഉയർത്തിവിട്ടിട്ടുണ്ട്. എന്തായാലും ഈ ജാമ്യഹർജിയിൽ, മുൻകൂർ ജാമ്യഹർജിയിൽ വിശദമായ വാദമാണ് ഇപ്പോൾ ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ആ വാദം പൂർത്തിയാകാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. അതിനിടെ കേസിലെ SIT റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു. കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു എന്ന് SIT. കോടതിക്ക് മുന്നിലെത്തിയ തെളിവുകൾ പോലും നശിപ്പിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരും മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥരും തെളിവുകൾ നശിപ്പിച്ച് മാറ്റം വരുത്തി എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബിനിൽ, ഇതിന്റെ വിശദാംശങ്ങൾ കൂടി. ബിനിലിനെ കേൾക്കാമെന്ന് കരുതുന്നു. ബിനിൽ, ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതര വീഴ്ചയുണ്ടായി എന്നതാണ്. തെളിവുകൾ നശിപ്പിച്ചു, പലതും തിരുത്താൻ ശ്രമിച്ചു, ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇതിന് പിന്നിൽ പങ്കുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ കൂടി. ജാമ്യത്തെ എതിർത്തുകൊണ്ട് ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയിരിക്കുന്ന SITയുടെ റിപ്പോർട്ടിലാണ് വളരെ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉള്ളത്. അതായത് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. അതിനുവേണ്ടി രേഖകൾ മാറ്റി, പല രേഖകൾ തിരുത്തി, ചില രേഖകൾ ഒഴിവാക്കി. ഇതൊക്കെയാണ് ഗുരുതര സ്വഭാവത്തിലുള്ള കണ്ടെത്തലായി SIT കോടതിയുടെ മുന്നിലേക്ക് വച്ചിരിക്കുന്നത്. അതൊക്കെ ഇപ്പോൾ പരിശോധിച്ചു വരുന്നു എന്നതാണ് കോടതിയിൽ SIT വ്യക്തമാക്കുന്ന. ആ ദിശയിൽ അന്വേഷണം നടക്കുന്നു. ഒരു കാരണവശാലും ഈ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത്. അവർക്ക് ജാമ്യം അനുവദിച്ചാൽ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ കണ്ടെത്താനുണ്ട് എന്നതാണ് വ്യക്തമാക്കുന്നത്. ഈ SIT റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അന്നത്തെ അന്വേഷണ സംഘത്തിനും അതിന് മേൽനോട്ടം വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരും അടക്കം ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്നു എന്നതാണ്. പക്ഷേ ആരുടെയും പേരെടുത്ത് പറയുകയോ ഉന്നത ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ അത് IPS തലത്തിലുള്ള ഉദ്യോഗസ്ഥർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ അന്നത്തെ ADGPക്കെതിരെയാണ് വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണം ഈ പരാതിക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ ഒരു കൃത്യമായ ഉത്തരവും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടില്ല. അതെന്തുകൊണ്ട് SIT ഒഴിവാക്കുന്നു എന്നത് ഇപ്പോൾ വ്യക്തവുമല്ല. എന്തായാലും ഇപ്പോൾ ഈ SIT അന്വേഷിക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസാണ്. ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു ക്രൈം രജിസ്റ്റർ ചെയ്ത് വേണം. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിലും വളരെ വിശദമായി കാര്യങ്ങൾ പറയുന്നുണ്ട്.